ഹലോ, ലിസ്സിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കുർത്തിയാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. ഇതൊരു സാധാരണ കുർത്തിയാണ്. വേറെ ഡിസൈൻസ് ഒന്നും തന്നെ ഇതിൽ ചെയ്യുന്നില്ല. കാരണം ഇതൊരു പ്ലെയിൻ കുർത്തി ആയതുകൊണ്ട് നമുക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് വേറെ ഡിസൈൻസ് ഒന്നും തന്നെ ചെയ്യാത്തത്. നെക്ക് മാത്രം വി നെക്കാണ് എടുക്കുന്നത്. ഇതിപ്പം ആദ്യമായിട്ട് നമ്മൾ ലൈനിങ് എടുത്തിട്ടിരിക്കുകയാണ്. ലൈനിങ്ങിലാണ് അളവുകൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ വണ്ണമാണ്. അത് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് നോക്കുക. എനിക്കിവിടെ 33 ഇഞ്ച് വണ്ണമാണുള്ളത്. അപ്പം 33ൻ്റെ കൂടെ 3 കൂടി കൂട്ടിയാൽ 36 കിട്ടും. അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പിനായി 2 ഇഞ്ച് കൂടി കൂട്ടിയാൽ 11 ഇഞ്ച് വണ്ണം കിട്ടും. ആ 11 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഇനി ഈ 11 ഇഞ്ച് നമുക്ക് കുറച്ച് താഴെ കൂടി മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. ഷോൾഡർ 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ച് നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യാം. കുറച്ച് താഴെ കൂടി 7 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി കൈക്കുഴിയാണ് മാർക്ക് ചെയ്യേണ്ടത്. കൈക്കുഴി 7 ഇഞ്ച് തന്നെ എടുക്കാം. 11 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തും 7 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഈ 7 ഇഞ്ചുകൾ തമ്മിൽ എൽ ഷേപ്പിൽ വരച്ചെടുക്കണം. ഇനി ഈ എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് യു ഷേപ്പിൽ കൈക്കുഴി വരച്ചെടുക്കാം. ഇനി ഈ എൽ ഷേപ്പിൻ്റെ അവിടെ നിന്നും മൂലയിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അതും നമുക്ക് എൽ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം. ഇത് ഫ്രണ്ടിൻ്റെ കൈക്കുഴിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇപ്പോൾ കിട്ടിയ എൽ ഷേപ്പിൻ്റെ മൂലയിൽ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൈക്കുഴി യു ഷേപ്പിൽ വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇടവണ്ണം അടയാളപ്പെടുത്തണം. അതിനായി മുകളിൽ നിന്നും 13 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ 11 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തണം. ഈ 11 ഇഞ്ചിൽ നിന്നും 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യണം. അതായത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലിറ്റ് അടയാളപ്പെടുത്താം. ഇതിനായിട്ട് മുകളിൽ നിന്നും 22 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് 11 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്താം. കുറച്ച് വയറൊക്കെ ഉണ്ടെങ്കിൽ 11.5 ഇഞ്ച് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ മാർക്കുകളെല്ലാം തമ്മിൽ കൂട്ടിയോജിപ്പിക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് അവിടുത്തെ വണ്ണം അടയാളപ്പെടുത്താം. അടിഭാഗത്തെ വണ്ണം ഇവിടെ നമുക്ക് 12 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. ഞാനിവിടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 13 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ഈ 13 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റും സ്ലിറ്റിൻ്റെ പോയിൻറ്റും തമ്മിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് കൂട്ടിയോജിപ്പിക്കാം. ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് വരയിലൂടെ വെട്ടിയെടുക്കാം. ലൈനിങ് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ ബാക്കി വരുന്ന ആ കഷ്ണം ഉണ്ടല്ലോ, അത് നമുക്ക് ലൈനിങ്ങിൻ്റെ നീളം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇറക്കമുള്ള ടോപ്പാണെങ്കിൽ 2 മീറ്റർ ലൈനിങ്ങിന് നമുക്ക് മതിയായ ഇറക്കം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഈ കഷ്ണം നമുക്ക് ലൈനിങ്ങിലേക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് ലൈനിങ്ങിൻ്റെ ഇറക്കം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇനി ഇടവണ്ണം മാർക്ക് ചെയ്ത ആ ഭാഗത്തും സ്ലിറ്റിൻ്റെ ഭാഗത്തും ചെറിയ വെട്ടുകൾ കൊടുക്കണം. അത് ആ ഭാഗങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ലൈനിങ്ങിൻ്റെ മടക്ക് വരുന്ന ആ മൂലയിലും നമുക്ക് ഒരു വെട്ട് കൊടുക്കണം. എന്നിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈനിങ്ങുകൾ തമ്മിൽ നമുക്ക് വേർതിരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെ ലൈനിങ്ങിൽ
കൈക്കുഴി കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഭാഗം കൂടി അങ്ങ് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് നല്ല പീസ് എടുത്തിട്ട്, അതായത് മെയിൻ ആയിട്ടുള്ള തുണി എടുത്തിട്ട് നടുവേ മടക്കിയിടാം. അതിനുശേഷം സൈഡിലേക്കും മടക്കണം. സൈഡിലേക്ക് മടക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് മടക്കണ്ട. നമുക്ക് എത്രയാണോ വണ്ണം ആവശ്യമുള്ളത് അതിനനുസരിച്ച് മടക്കിയിട്ടാൽ മതി. ഇവിടെ 13 ഇഞ്ച് വീതിയിലാണ് സൈഡിലേക്ക് മടക്കിയിടുന്നത്. ഇനി ടോപ്പിൻ്റെ ആകെ ഇറക്കം എത്രയാണെന്ന് നോക്കാം. ഈ തുണിയുടെ മൊത്തം നമുക്ക് കിട്ടുന്ന ഇറക്കം 46.5 ഇഞ്ചാണ്. ഞാൻ അത്രയും ഇറക്കം തന്നെ ടോപ്പിനായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ലൈനിങ് എടുക്കാം. അത് ബാക്കിലെ ലൈനിങ് ആണ് എടുക്കേണ്ടത്. ആ ലൈനിങ് എടുത്തിട്ട് ഈ മെയിൻ തുണിയുടെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്തെടുത്തത് അതേ ആകൃതിയിൽ മെയിനായിട്ടുള്ള തുണിയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇടവണ്ണത്തിൻ്റെ ഭാഗത്തും സ്ലിറ്റിൻ്റെ ഭാഗത്തും ചെറിയ വെട്ട് കൊടുക്കണം. മെയിൻ തുണിയിലും അതുപോലെ തന്നെ കോർണറിലും നമുക്ക് വെട്ട് കൊടുക്കണം. അതിനുശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും മെയിൻ തുണികൾ തമ്മിൽ വേർതിരിച്ചെടുക്കണം. ഇനി ചെയ്യേണ്ടത് ഫ്രണ്ടിലെ തുണി മാത്രം മാറ്റിയെടുത്തിട്ട് ഫ്രണ്ടിലെ ലൈനിങ് വെച്ചിട്ട് ആ തുണി വെട്ടിയെടുക്കണം. കാരണം കൈക്കുഴി നമ്മൾ കുറച്ച് കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കൈ വെട്ടിയെടുക്കാം. അതിനായിട്ട് മെയിൻ തുണി നമ്മൾ വെട്ടിയെടുത്തപ്പോൾ ബാക്കി വന്ന ഭാഗമുണ്ടല്ലോ അത് അതേപടി എടുക്കുക. എന്നിട്ട് ഓൾറെഡി ഇതിലൊരു മടക്കുണ്ട്, അതുകൂടാതെ ഒരു വട്ടം കൂടി അത് മടക്കണം. അത് 9 ഇഞ്ച് വീതിയിൽ വേണം അത് മടക്കിയെടുക്കാനായിട്ട്. ഇനി കൈയുടെ ഇറക്കം നോക്കാം. എനിക്ക് 16 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. ഞാൻ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 17 ഇഞ്ച് ഇറക്കം കൈക്ക് എടുക്കുന്നുണ്ട്. 17 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തണം. അപ്പുറത്തെ സൈഡിലും 17 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇനി അവിടെ നിന്ന് 3.5 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യണം. ഇപ്പുറത്ത് 2 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഒരു ഷേപ്പിൽ വരച്ചെടുക്കണം. ഇനി കൈയുടെ അടിവണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി 7 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ പോയിന്റിൽ നിന്നും 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് സ്കെയിൽ വെച്ച് നമുക്ക് വരയ്ക്കാം. അതിനുശേഷം ഈ വരച്ച വരയിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. കൈയുടെ കോർണറിലും നമുക്ക് ഒരു വെട്ട് കൊടുക്കണം. ഇനി നമുക്ക് കഴുത്താണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനായിട്ട് ഒരു ക്യാൻവാസ് എടുത്ത് 2ആയി മടക്കിയിടുക. കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. കഴുത്തിൻ്റെ ഇറക്കം 7.5 ഇഞ്ചും എടുക്കാം. എന്നിട്ട് ഇപ്പോൾ മാർക്ക് ചെയ്ത ആ 2 പോയിന്റുകൾ തമ്മിൽ സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം. ഈ വരയിൽ നിന്നും ഓരോ ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യണം. ഇനി ആ പോയിന്റുകൾ തമ്മിലും കൂട്ടിയോജിപ്പിക്കണം. എന്നിട്ട് വരച്ച വരയിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പം നമുക്ക് വി ആകൃതിയിൽ ക്യാൻവാസ് കിട്ടി. ഇനി നമുക്കതൊരു തുണിയിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇതിനായിട്ടൊരു തുണി എടുക്കുക. എന്നിട്ട് അത് 2ആയിട്ട് മടക്കിയിട്ട് അവിടെ ഒരു പാട് വീഴ്ത്തണം. എന്നിട്ട് ആ പാടിൽ നിന്നും 3.5 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടയാളപ്പെടുത്തണം. ഇനി ക്യാൻവാസ് എടുത്തിട്ട് ഇപ്പോൾ വരച്ച മാർക്കുകളുടെ പുറത്തേക്കായിട്ട് വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് തേച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ തേച്ചെടുത്തു. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ പുറം ഭാഗത്ത് 4 ഇഞ്ച് വിട്ടിട്ട് വെട്ടിയെടുക്കാം. എന്നിട്ട് ആ തുമ്പ് ക്യാൻവാസിലേക്ക് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അത് നമുക്ക് മെയിൻ തുണിയിലേക്ക് വെച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ആദ്യം ഫ്രണ്ടിൻ്റെ കഴുത്താണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ലൈനിങ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നല്ല തുണി അതിൻ്റെ മുകളിൽ വയ്ക്കുക. നല്ല തുണിയുടെ നല്ല വശം മുകളിലായിരിക്കത്തക്ക വിധം വേണം വെക്കാനായിട്ട്.
എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ക്യാൻവാസിൽ കയറാതെ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതാ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളിൽ കൂടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വെട്ടിയെടുക്കാം. എന്നിട്ട് ക്യാൻവാസ് മറിച്ചെടുക്കാം. ഇതാ നമ്മുടെ കഴുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ സൈഡിൽ കൂടെ അരികിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അടിക്കും കൂടി ചെയ്യാം. ഉൾഭാഗം നമുക്ക് അടിക്കണ്ട, ക്യാൻവാസിൻ്റെ ഉള്ളിൽ അവിടെ അടിക്കണ്ട, അത് നമുക്ക് കൈകൊണ്ട് തുന്നിയാൽ മതി. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. ഇതിനായിട്ട് ആദ്യം ലൈനിങ് എടുത്ത് വയ്ക്കുക. കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ചാണ്, 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ്, 5 ഇഞ്ചും അടയാളപ്പെടുത്തുക. ഈ 3.5 ഇഞ്ചും 5 ഇഞ്ചും കുറച്ചപ്പുറത്തായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊരു L ഷേപ്പിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ L ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി U ഷേപ്പിൽ ബാക്ക് കഴുത്ത് വരച്ചെടുക്കാവുന്നതാണ്. ഇത് നേരത്തെ കൈക്കുഴി വെട്ടിയതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇനി നമുക്ക് ലൈനിങ് നിവർത്തി ഒന്നുകൂടെ മടക്കിയിട്ട് ഇപ്പോൾ നമ്മൾ വരച്ച പാട് അപ്പുറത്തെ സൈഡിലും വരത്തക്ക വിധം വേണം അത് മടക്കിയെടുക്കാൻ. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് അതേ പാട് കിട്ടുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു പാട് വന്നിട്ടുണ്ട്, നമുക്കതിലൂടെ കടുപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി മെയിനായിട്ടുള്ള ബാക്കിൻ്റെ തുണി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ലൈനിങ് വയ്ക്കുക. അത് നല്ല വശത്തേക്കാണ് ഈ ലൈനിങ് എടുത്ത് വയ്ക്കുന്നത്. എന്നിട്ട് ആ പാടിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ കൂടി 1/4 ഇഞ്ച് വിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ വെട്ടുകൾ ഇടയിൽ കൂടി കൊടുക്കണം, അത് നന്നായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ലൈനിങ് മറിച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കണം. ഇതിനായിട്ട് ഫ്രണ്ട് പീസ് എടുക്കുക. അതിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കണം. എന്നിട്ട് ഇതിലിപ്പോൾ കാണിക്കുന്നത് പോലെ ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് പിടിച്ച് ചെരിച്ച് അടിച്ചെടുക്കണം. അതുപോലെ മറ്റേ സൈഡിലും ബാക്ക് പീസിൻ്റെ ലൈനിങ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ആ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ചെരിച്ച് അടിക്കണം. അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മറിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മറിച്ച് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ബാക്കിൻ്റെ കഴുത്തും കൂടെ പ്രസ് ചെയ്തിട്ട് സൈഡിൽ കൂടെ അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സ്ലീവാണ് എടുക്കേണ്ടത്. സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് അതിൽ ചെറിയ എംബ്രോയ്ഡറീസ് കാണാവുന്നതാണ്. ഞാൻ ഈ സമയം കൊണ്ട് പോയിട്ട് ഈ സ്ലീവിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും ഞാൻ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടാം. അതിനായിട്ട് സ്ലീവ്സ് തമ്മിൽ ഒരേ വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ടിടണം. അത് അകവശം വേണമെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടിടാം, പുറവശം വേണമെങ്കിലും ഫേസ് ടു ഫേസ് ആയിട്ട് ഇടാം. എന്നിട്ട് കുഴിച്ചെടുത്ത ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തണം. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കൈ പിടിപ്പിക്കുന്ന സമയത്ത് ഈ അടയാളപ്പെടുത്തിയ ഭാഗം ഫ്രണ്ട് പീസിലേക്കായിട്ട് വരണം. ഇതാ നമ്മൾ കൈ പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്ലീവ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം അടയാളപ്പെടുത്തിയത് നോക്കിയിട്ട് അതിനനുസരിച്ച് കൈ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അടിക്കണം. എന്നിട്ടിങ്ങനെ മറിച്ചാൽ മതി. ഇതാ നമ്മൾ 2 സ്ലീവും ടോപ്പിലേക്ക് അടിച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചെസ്റ്റ് വണ്ണമാണ് ഇവിടെ കണക്കാക്കേണ്ടത്. ചെസ്റ്റ് വണ്ണം 33 എനിക്കിവിടെയുള്ളത്. അപ്പോൾ 33ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 36, 36ൻ്റെ പകുതി 18. അപ്പോൾ 18 ഇഞ്ച് വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഞാൻ ഒന്ന് ഇച്ചിരി ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 18.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്.
ഇനി ഇടവണ്ണം സാധാരണ 18ൽ നിന്ന് 3 കുറയ്ക്കുക. എത്രയാണോ ചെസ്റ്റിന് നമ്മൾ അടയാളപ്പെടുത്തിയത് അതിൽ നിന്ന് 3 കുറച്ചിട്ടാണ് ഇടവണ്ണം അടയാളപ്പെടുത്തുന്നത്. ഞാനിവിടെ ടക്ക് ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വണ്ണം കൂട്ടിയെടുക്കുകയാണ്. അപ്പം 15.5 അടയാളപ്പെടുത്തേണ്ടത്, പക്ഷെ ഞാനിവിടെ ഒരു 17 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം അതെനിക്ക് ടക്കിടാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ലിറ്റിൻ്റെ വണ്ണം എനിക്ക് കറക്റ്റ് 21 വേണ്ടത്. ഞാനത് 21 തന്നെ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഈ മാർക്കുകൾ തമ്മിൽ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമ്മൾ സ്ലീവിൻ്റെ അടിവണ്ണം അടയാളപ്പെടുത്താം. സ്ലീവിൻ്റെ അടിവണ്ണം 5 ഇഞ്ച് മതി. 5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അതിൻ്റെ കൈക്കുഴിയുടെ ആ ഭാഗം വരുന്നിടത്ത് 6.5 ഇഞ്ചും വണ്ണം എടുക്കാം. എന്നിട്ട് അവ തമ്മിലും കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് ഈ വരയിൽ കൂടെ അങ്ങ് താഴെ വരെ അടിച്ചു വിട്ടാൽ മതി. സ്ലിറ്റിൻ്റെ അവിടെ വരെ അടിച്ചു വിട്ടാൽ മതി. മറ്റേ സ്ലീവും അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. 5 ഇഞ്ച് അടിവണ്ണം, മുകളിൽ 6.5 ഇഞ്ചും. എന്നിട്ട് ആ മാർക്കുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ആ വരയിലൂടെ സ്ലിറ്റ് വരെ അടിച്ചെടുക്കാം. ഇതാ നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലിറ്റിൻ്റെ മാർക്കുകൾ വരുന്ന ഭാഗം ഒരുപോലെ ഇരിക്കണം. ആ പോയിൻറ്റുകൾ എവിടെയാണോ അടിച്ചു നിർത്തിയത് ആ പോയിൻറ്റുകൾ തമ്മിൽ ഒരുപോലെ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗത്ത് ഒരു കഷ്ണം കൂട്ടി വെച്ച് അതിൻ്റെ ഇറക്കം കൂട്ടാം. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. ഇതിനായിട്ട് 12 ഇഞ്ച് വണ്ണം അടിയിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് സ്ലിറ്റിന് വേണ്ടിയിട്ട് അടിച്ചു നിർത്തിയ ആ പോയിൻറ്റിൻ്റെ പുറത്തേക്കും 12 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ ഉള്ളിലേക്കുമായിട്ട് ടേപ്പ് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലൂടെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് ഇപ്പോൾ വരച്ച വരയിലൂടെ വെട്ടിയെടുക്കാം. ഇനി അതങ്ങ് മറിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി അടിക്കാവുന്നതാണ്. സ്ലിറ്റ് ഇങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. ഇതാ നമ്മളങ്ങനെ സ്ലിറ്റ് അടിച്ചെടുത്തു. ഇതാ നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടി ചെറുതായിട്ട് മടക്കി അടിച്ചു. അതോടെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു. ഇനി ടക്കിടാം. ടക്കിടുന്നതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 9 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. ഇടത് ഭാഗത്തും ഇതുപോലെ 9 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ആ മാർക്ക് ചെയ്ത 2 പോയിൻറ്റിലേക്കും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കിട്ടിയ ആ പോയിൻറ്റുകളിൽ നിന്നും താഴേക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്തണം. 2 ഭാഗത്തും 8 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അവിടെയും സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ പോയിൻറ്റുകൾ തമ്മിൽ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും യോജിപ്പിക്കണം. ഇനി ആ വരയിലൂടെ തുണി മടക്കുക. എന്നിട്ട് ഒരു പോയിന്റിൽ നിന്നും വീതി കുറച്ച് നടുഭാഗത്ത് വീതി കൂട്ടി മറ്റേ പോയിന്റിലേക്ക് എത്തുമ്പോൾ വീതി കുറച്ച് നമുക്ക് ടക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇതോടെ നമ്മുടെ ടോപ്പിൻ്റെ പണി കഴിഞ്ഞു. ടോപ്പ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. എംബ്രോയ്ഡറി ചെയ്യണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ യാതൊരു ഡിസൈനും കൊടുക്കാണ്ട് ടോപ്പ് തയ്ച്ചിരിക്കുന്നത്. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പ്ലെയിൻ ആയിട്ടിരിക്കണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിൽ ടോപ്പ് തയ്ക്കാവുന്നതാണ്. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.